ഇപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന പ്രായമുള്ള ആൾക്കാരിൽ, അതായത് 50-55 വയസ്സിന് ശേഷം കാണുന്ന പ്രോസ്റ്റേറ്റ് വീക്കത്തിനെയാണ് നമ്മൾ BPH എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് പ്രോസ്റ്റേറ്റിൽ ക്യാൻസറും വരാം. അതായത് BPH ഉള്ള രോഗിക്ക് തന്നെ ഒരു മുഴ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കകത്തൊരു മുഴയായിട്ട് രൂപപ്പെടാം. ആ മുഴയിൽ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളോ ക്യാൻസറോ ആയിട്ട് രൂപപ്പെടാം. അപ്പോൾ നമുക്ക് BPH ഉള്ള രോഗിയിലേക്ക് ക്യാൻസർ കൺവേർട്ട് ചെയ്യുന്നതല്ല, ക്യാൻസർ വേറെ രോഗവും BPH വേറെ രോഗമാണ്, രണ്ടും ഒരുമിച്ച് ഒരാൾക്ക് വരാം. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയാൻ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ടെസ്റ്റാണ് ഒരു ബ്ലഡ് ടെസ്റ്റ്, PSA എന്ന് പറയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. ആ ടെസ്റ്റ് നമ്മൾ ബ്ലഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് BPH ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രയാസങ്ങളുള്ള ഒരാൾക്കോ ട്യൂമർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് PSA. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രോസ്റ്റേറ്റിന് വേണ്ടി നമ്മൾ MRI സ്കാൻ ചെയ്യും. MRI സ്കാൻ ചെയ്ത് അതിൽ തടിപ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബയോപ്സി നിർദ്ദേശിക്കും. അങ്ങനെ ബയോപ്സി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നത്.